പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇടവ മിഷൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇങ്ങനെ ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ചെയ്യുകയും അത് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ നടക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുകയും ചെയ്തതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പഠന പരമ്പര എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ശ്രോതാക്കൾക്ക്, കേൾവിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രഹിക്കുന്നതിനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സും പിന്നീട് തുടരുന്നതും തമ്മിൽ പരസ്പര ബന്ധമാണ്. ആ ബന്ധത്തിൽ തുടരണമെങ്കിൽ അത് അടുത്ത ദിവസങ്ങളിലാണെങ്കിൽ എത്ര ഉചിതമാണ്. ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ ഒത്തിരി മറവി നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യത. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഞാൻ പിന്നെ നോട്ട് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് റെഫർ ചെയ്യും ഇവിടെ ഇവരൊക്കെയാണെന്ന്. നമ്മളെ ഇപ്പം 2 അധ്യായങ്ങൾ പരിശോധിച്ചു. 2 അധ്യായങ്ങൾ പൂർണ്ണമായി പഠിച്ചെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. കാരണം എനിക്കതിനുള്ള ഒരു പ്രാഗൽഭ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ എൻ്റെ അറിവിനനുസരിച്ച് 10-55 വർഷമായിട്ട് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ലഭിച്ചതായിരിക്കുന്ന ഒരു ഇൻസൈറ്റ്, അതിലൂടെ പല ദൈവമക്കളുടെ വചന കേൾവിയിലൂടെയും പഠനത്തിലൂടെയൊക്കെ ലഭിച്ച ഇൻസൈറ്റാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഇത് അങ്ങനെ തികഞ്ഞതെന്ന് പറയത്തക്കൊണ്ട് എന്നെ കൊണ്ടാവില്ല. എന്നെക്കാട്ടിൽ സ്കോളേഴ്സ് ഒത്തിരിയുണ്ട്. അവരൊക്കെ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ തന്നാൽ അത് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. നിങ്ങൾക്കും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകാനുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ 2 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ടപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്യുകയാണ് നമ്മുടെ ഒരു ഓർമ്മ. 1-ാമത്തെ അധ്യായത്തിലെ പരാമർശം എന്തായിരുന്നു? ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല നമ്മൾ, അല്ലേ? ചോദ്യങ്ങളൊന്നും പറയണ്ട, ഇന്നങ്ങ് പറഞ്ഞേക്കണം, ഞങ്ങൾ കേട്ടേച്ച് പൊക്കോളാം. ഇതാണ് നമ്മുടെ ഒരു പഠനത്തിൽ. അതില്ല, പ്രസംഗത്തിൽ അങ്ങനെ സംഭവിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ ഇതിവൃത്തം എന്താണ്? 1-ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്, നെബൂഖദ്നേസർ രാജാവ് യെരുശലേം ആക്രമിച്ചു. അവിടെ നിന്ന്, ഞാൻ ആ ഇയറൊന്നും ചോദിക്കുന്നില്ല, അതൊക്കെ പറഞ്ഞതാണ്, എന്നാലും ചോദിക്കുന്നില്ല. അവിടെ നിന്ന് ആളുകളെ അടിമത്വത്തിലേക്ക് പിടിച്ചുകൊണ്ടു. ആ കൂട്ടത്തിൽ രാജസന്തതിയിൽപ്പെട്ട ചിലരെയും കൂടെ അവിടെ പിടിച്ചുകൊണ്ട് വന്നു. അവരിൽ സെലക്റ്റീവ് ആയിരിക്കുന്ന ചില ആളുകളെ രാജാവിനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിൻ ചെയ്ത് അവരുടെ മതങ്ങളും സംസ്കാരങ്ങളും മറക്കത്തക്ക വിധത്തിൽ അവർക്ക് ചില സംസ്കാരങ്ങൾ അകത്തേക്ക് ചെലുത്തിക്കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ആ ദേശസംസ്കാരവുമായി ചേർക്കാൻ ശ്രമിച്ചു. അവർക്ക് ചില പ്രത്യേക ഭക്ഷണപാനീയങ്ങൾ, തിരുമേനിയോടൊത്ത് ഭക്ഷിക്കത്തക്ക പ്രിവിലേജ്, ഇതൊക്കെ അവർക്ക് ലഭിച്ചു. പക്ഷേ 14-17 വയസ്സിനിടയ്ക്കുള്ള ഈ കുഞ്ഞുങ്ങൾ ബോധപൂർവം അവയൊക്കെ നിഷേധിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വെച്ച് നീട്ടുന്നതിനെ അത് എൻ്റെ നിലനിൽപ്പിന് ഉചിതമെന്ന് ബോധ്യമുള്ളതും വെച്ച് നീട്ടുന്നതുമായ ഓഫറിനെയൊക്കെ വിവേചനം കൂടാതെ സ്വീകരിക്കാൻ ദൈവപൈതലിന് അവകാശമില്ല. നമ്മൾ എവിടെ ചെന്ന് പാർത്താലും അത് തന്നെയാണ്. എവിടെ ചെന്ന് പാർത്താലും അവിടുത്തെ സംസ്കാരം വെച്ച് നീട്ടുന്നതെല്ലാം വിവേചനം കൂടാതെ കണ്ട് സ്വീകരിച്ച് സാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്കൊരിക്കലും ദൈവപൈതൽ എന്ന നിലയിൽ സാധ്യമല്ല. എവിടെ ആയിരുന്നാലും ദൈവപൈതലിൻ്റെ ഐഡൻറ്റിറ്റി അതുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ട്രെയിനിങ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളും എവിടെയായിരുന്നാലും ആ വിധത്തിലുള്ള വിശ്വാസ സംസ്കാരത്തിൽ വളർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പോയി പഠിച്ച് തിരിച്ചു വരുമ്പം വേറൊരു കൂട്ടായ്മയും കൊണ്ട് തിരിച്ചു വരും. അതിന് പല പേരുകൾ, ഓമനപ്പേരിട്ട് വിളിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വ്യത്യസ്തമായ ചില പഠിപ്പും തങ്ങളും ഒക്കെ ചേർത്ത് ഇമോഷണൽ ആയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് അതും കൊണ്ടുവരും.
മർത്തോമായുടെ ആരാധന എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ കുഴപ്പം എന്നാണെന്നറിയാമോ? ഭവനത്തിൽ ലഭിച്ച പരിശീലനത്തിൻ്റെ അപര്യാപ്തതയാണ്. ഭവനത്തിൽ നിന്ന് പരിശീലനം കൊടുത്തിട്ടില്ല. ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനം എവിടെ ചെന്നാലും അത് മറക്കാനായിട്ട് അത് സാധിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ നൽകിയതായ പരിശീലനത്തിൽ അവിടുത്തെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ചരിത്രമൊന്നുമില്ല. പക്ഷേ ഏതായാലും ബാലന്മാരാണ്. ബാലന്മാർക്ക് പരിശീലനം കിട്ടാനുള്ള വേദി ഭവനമാണ്. ഭവനാന്തരീക്ഷം, ആത്മീയത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നൊരു പാഠം അതിനകത്തുണ്ട്. അച്ഛനും സൺഡേ സ്കൂൾ അധ്യാപകരും കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ ജീവിത സ്വഭാവത്തിലും ജീവിതത്തിലും പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പ്രവർത്തനത്തെക്കാൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രതികരണങ്ങളാണ്. നമ്മുടെ പ്രവൃത്തിയേക്കാൾ പ്രതികരണങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നത്. 2 കൊച്ചു സന്തതികൾ ആൺപിള്ളേർ ഈയിടെ വന്നിരുന്നു. അപ്പോൾ ഏതാണ്ടൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രതികരണം ഇളയ ആൾ ഇച്ചിരി കുസൃതിയാണ്. ഇളയാളെന്ന് ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, അപ്പച്ചാ അതെന്താ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ നിസ്സാരമായിട്ട് ഏതൊരു കാര്യമാണ്, അതെന്താണെന്ന് ഇനിയിപ്പോൾ ഓർക്കുന്നില്ല. അപ്പച്ചൻ എന്താ അതങ്ങനെ പറഞ്ഞു? ഞാൻ റിയാക്ട് ചെയ്തത് അവനെ പിടിച്ചെടുത്തു. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ആ പറഞ്ഞതിനോടുള്ള എൻ്റെ റിയാക്ഷൻ, എൻ്റെ റെസ്പോൺസ്, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ എഴുതി വെച്ച ഒരു ശക്തിക്കും മായ്ക്കാനാവാത്ത ചില മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ മോറൽ പ്രിൻസിപ്പിൾ ലോകത്തിൽ ഏത് സ്ഥലത്ത് ചെന്നിരുന്നാലും ഏത് ശക്തിക്കും മായ്ക്കാനാവാത്ത മോറൽ പ്രിൻസിപ്പിളാണ്. അതാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ആവേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയത് അത് തന്നെയാണ്, വീട്ടിലെ പരിശീലനം. ഞാൻ ഓർക്കുന്ന ചെറുപ്പത്തിലെ ഞങ്ങളുടെ നാടി വെള്ളവും വള്ളവും ഒക്കെയുള്ള നാടാണ് നരണമെന്ന് പറയുന്നത്, തോടും മടയും ഒക്കെയുള്ള. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എൻ്റെ സൺഡേ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തോടുമൊക്കെ കടന്നിട്ട് വേണം പോകണം. ചിലപ്പോൾ വെള്ളം കിട്ടത്തില്ല, നീന്തി പോകണം. അപ്പോൾ ചിലപ്പോൾ നിക്കർ നനയും. അപ്പം നിക്കർ നനഞ്ഞതെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നാൽ എൻ്റെ അമ്മ അവിടെ ഇരുന്നല്ല നനഞ്ഞത് ഇട്ടുകൊണ്ട് വിടും, അല്ലെങ്കിൽ വേറൊരെണ്ണം ഇട്ടിട്ട് വിടും. അപ്പോൾ വേറൊരെണ്ണം ഇട്ടുകൊണ്ട് പോയി അതും നനയും. അതുകൊണ്ട് നനഞ്ഞത് തന്നെ ഇട്ടുകൊണ്ട് നുള്ളരി ചിലപ്പോൾ നനഞ്ഞു പോകും. നുള്ളരി ഓർക്കുന്നുണ്ടോ? ഒരു കടലാസിനകത്ത് കുറച്ച് അരിയും കൊണ്ട് പോവുക, അത് ചിലപ്പോൾ നനഞ്ഞു പോകും. നനഞ്ഞുകൊണ്ട് പൊക്കൂ. ഇപ്പോൾ ഒരു ശമൂർ സാറുണ്ട്, പുള്ളി സാരമില്ലടാ നീ കൊണ്ടുവാ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു പരിശീലനം ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ പോകണം, പഠിക്കണം, പഠിപ്പിക്കണം. എന്നിട്ട് അവിടുന്ന് വന്ന് തിരിച്ച് വന്നേച്ച് ഞങ്ങൾ കാട്ടിൻതൊള്ളിയിലാണ് പോകേണ്ടത്, സെൻറ് തോമസ് പള്ളിയിലാണ് പോകേണ്ടത്. അവിടുന്ന് ഒറ്റത്തടിപ്പാലം കയറി പള്ളി വരണം. അപ്പോൾ അവിടുന്ന് പള്ളി വരണം. രാവിലെ തരുന്ന ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി, ചക്കരക്കാപ്പി ഭയങ്കര അന്ന്, അത് തരും. പിന്നെ വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ പള്ളി പിരിഞ്ഞ്, അത് 12:30 വരെയാണ് പള്ളി. ഞങ്ങളുടെ അച്ഛന്മാരുടെയൊക്കെ പ്രസംഗം എത്ര 1.5 മണിക്കൂറൊക്കെ തട്ടിക്കളയും ഈ കുർബാനയുടെ ഇടയ്ക്ക്. 12:30 വരെയൊക്കെ ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വേണം നല്ലതൊന്ന് കഴിക്കണം. ഇടയ്ക്ക് പൊതിയൊന്നും കൊടുത്തില്ല, ബിസ്ക്കറ്റും. ഇപ്പോഴുണ്ടല്ലോ അച്ഛൻ കുർബാന ചൊല്ലുമ്പം വേറൊരു കിലുക്കം കേൾക്കാമല്ലോ ഇവിടെ, ഇല്ലേ? അച്ഛൻ കുർബാന ചൊല്ലുമ്പം ധൂപക്കുറ്റി വീശുന്ന ആ ചങ്ങലയുടെ ശബ്ദത്തേക്കാൾ വേറെ ഇവിടെ കിലുകിലാൻ ശബ്ദം കേൾക്കാം. പിന്നെ അമ്മമാർ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പച്ചവെള്ളം കൊടുക്കരുത്. പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ പരിശീലിക്കണം. ഈ യഹൂദന്മാർക്ക് അതുണ്ടായിരുന്നു. അതാ അവർ ഫാസ്റ്റിങ്ങിനൊക്കെ പഠിച്ചത്, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പഠിച്ചതൊക്കെ അതുകൊണ്ടാണ്, ഓപ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ്. ഓട്ടെ. അപ്പോൾ അവരുടെ ഉള്ളിൽ എഴുതിയതായിരിക്കുന്ന ധാർമ്മിക പ്രമാണം ബാബിലോണിയ ദേശത്ത് എന്ന് കഴിഞ്ഞപ്പോഴും അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് അവരുടെ പേരൊക്കെ മാറ്റി, അവർക്ക് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു. 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ ഒരിക്കലും പ്രവേശിച്ചിട്ടില്ലാത്തതും അവർക്ക് ക്ഷണം ലഭിക്കാത്തതുമായ ഒരു പ്രത്യേക സാഹചര്യം അരമനയിലുണ്ടായി. അവരരമനയ്ക്കകത്താണെന്നോ അരമനയ്ക്ക് പുറത്താണെന്നോ ഒന്നും അവരുടെ താമസം എങ്ങോട്ട് മാറ്റിയെന്നുള്ള വിശദീകരണത്തില്ല.
എനിവേ അരമനയുമായി ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ അരമനയുടെ വിസ്തീർണതയെക്കുറിച്ചും അതിൻ്റെ വലുപ്പത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വിസ്തീകരിച്ചതാണ്. ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ പാലസൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് ഇന്നും വിസ്മയമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ മതിലൊക്കെ പണിതെന്നുള്ളത് ഇന്നും ആധുനിക ശില്പികൾക്ക് ഭയങ്കര ഒരു അതിശയമാണ്. അതുപോലെ ഉന്നതമായ മതിൽക്കെട്ടും വാതിലുകളും ഒക്കെയാണ്. സ്റ്റാർ ഗേറ്റിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, ഇപ്പോഴും അവിടെ നിലനിന്നിട്ടുണ്ട്. ഒരു പുരാവസ്തു ശേഖരം എന്നോണം നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഇരിക്കുമ്പോൾ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ചുള്ള ബിംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ലോകത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. ആ 2-ാമത്തെ അധ്യായത്തിലെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടമാണ്. വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജീവിത പ്രമാണം രഹസ്യമായി കാത്തു സൂക്ഷിച്ച തൻ്റെ മക്കളെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് മനോഹരമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നു. വിളിച്ചിട്ടൊന്നുമില്ല അവരെ. അവിടുത്തെ വലിയ ആളുകളെ വിളിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ പ്രതിസന്ധി റിസോൾവ് ചെയ്യാൻ വേണ്ടി അവരെ വിളിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കഴിവുണ്ടെന്ന് രാജാവിന് ബോധ്യമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല. ഒരു കാര്യം ദൈവമക്കളെ അറിയണം, ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്ക് സാധിക്കാത്തതിനെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിവേകികൾക്കൊക്കെ ജ്ഞാനികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടും. ശിശു എന്ന് പറയുന്ന ഈ ന്യൂ ബോൺ ബേബ്സ് എന്നുള്ള ചിന്തയല്ല. പിന്നെ അറിവിൽ വലിയ ഒരു മച്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ചില സത്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തും. ഞാൻ ചില സന്ദർഭങ്ങളിൽ ചില സത്യങ്ങളൊക്കെ കേൾക്കുന്നതേ ഈ ചില സാധുക്കളായിരിക്കുന്ന ദൈവമക്കളാണ്. അവർ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോഴാണ്. ഇവിടെ കല്ലുങ്കലുള്ള ഒരു ബാവു ഉണ്ടായിരുന്നു. ഒരു സാധു മനുഷ്യനാണ്. ഇവിടെയൊക്കെ വരുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ വരുന്ന ഒരാളാണ് ബാബു. ഇപ്പോൾ അവന് വയ്യാതിരിക്കുക ഉണ്ട്. ബാബു ഇപ്പം വയ്യാതിരിക്കുക. ഇപ്പോൾ അവിടെയൊക്കെ വരുമായിരുന്നു. ഈ വീട്ടിൽ വന്നായിരുന്ന് ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ അവിടെ വരും. ഇപ്പോൾ മോളി വരുന്നതന്നെ വലിയ കാര്യം. മോളിക്ക് ഇങ്ങനെ സാധുക്കളോടൊക്കെ വലിയ അനുകമ്പയാണ്. എന്നെക്കാട്ടി കൂടുതൽ ആ കാര്യത്തിലൊക്കെ അവൾക്കാണ് മിടുക്കി. അവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ചില ടിപ്സ് അദ്ദേഹം പറയും. ഇത് ബൈബിൾ സ്കൂളിൽ നിന്നും പഠിച്ചിട്ടൊന്നും ഉള്ള ആളല്ല. ചില ടിപ്സൊക്കെ അദ്ദേഹം പറയുന്നു. എന്തുമാത്രം ആഴമായ ചിന്തയാണ്. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ, അതൊന്നും എനിക്കറിയാൻ വയ്യാത്തതാണെന്ന്. ജോർജി, നമുക്കാർക്കും അറിയാൻ വയ്യാത്ത ദൈവശാസ്ത്രമാവും പറയുന്നത്. ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കാഷ്വൽ ടോക്കാണ്. കാഷ്വൽ ടോക്കിലൂടെ വരുന്നതായ കാര്യങ്ങളാണ്. അങ്ങനെ ചിലതൊക്കെ ചില പാവപ്പെട്ട ദൈവമക്കളെ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. ഇവരെ ദൈവം ഉപയോഗിച്ചു, സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു, അവരെ ബാബേൽ സംസ്ഥാനത്തിൻ്റെ അധികാരികളാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാനിതൊന്ന് റിമൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ, എന്തിനാ മൂന്നിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ അവിടുത്തെ ഉന്നതന്മാരായിരിക്കുന്ന വലിയ പദവിയൊക്കെ അവർക്ക് കൊടുത്തു. ഇവരാരാണ്? പരദേശികളാണ്. എന്നാൽ സ്വദേശികളായിരിക്കുന്നവരവിടെയുണ്ട്. പരദേശികളെ അല്ലെങ്കിൽ വരത്തന്മാരെ ഉന്നത സ്ഥാനത്തിലേക്ക് അവരോധിച്ചപ്പോൾ സ്വദേശികൾക്ക് സ്വാഭാവികമായിട്ട് എന്തോ ഉണ്ടാവും? അസൂയുണ്ടാവും. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നാണ് ആരുടെ ചിന്ത? സ്വദേശികളുടെ ചിന്ത, അല്ലേ? ഒരിക്കലും മേലോട്ട് വരാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും ദാനിയേലും വന്നത് എന്തുകൊണ്ടാണ്? ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആ പരിശ്രമത്തെ ഒക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്നർ പേഴ്സണാലിറ്റി അവർക്കുണ്ടായിരുന്നു. ആന്തരിക ആളത്വം അവർക്കുണ്ടായിരുന്നു. ഒരു കാര്യം ദൈവമക്കൾ അറിയണം, ലോകത്തിലെ ബാഹ്യശക്തികൾക്ക് തകർക്കാനാവാത്തൊരു ആന്തരിക ആളത്വം ഉള്ളവരാണ് ദൈവമക്കൾ. അതിന് പൗലോസ് പറയുന്നത് എന്നാണെന്നറിയാമോ? പൗലോസ് പറയുന്ന കൊരിന്ത് ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഷയുണ്ട്. ആർക്ക് എന്നോട് ഇതോട് ചേർത്ത് പറയാൻ പറ്റും? അകമേ ഉള്ള മനുഷ്യനും പുറമേ ഉള്ള മനുഷ്യനും. വൺ ഈസ് വിസിബിൾ, ദെൻ ദി അതർ വൺ ഈസ് ഇൻവിസിബിൾ. വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്? ദ ഇൻവിസിബിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏതാണ്? വിസിബിളാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്നറിയാം, ഞങ്ങളുടെ ഈ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും
നിങ്ങൾക്കാർക്കും കാണാൻ പറ്റാത്തൊരു ഇന്നർ പേഴ്സണാലിറ്റി ഐ ആം ഫീലിംഗ് ഡേ ബൈ ഡേ, ഗ്രോയിങ് ഡേ ബൈ ഡേ വിതിൻ. എന്നിൽ വളരുന്ന ഒരു ആന്തരിക ആളത്വമാണ്. ഇതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന ഉണ്ടായിരിക്കാൻ. ഈ പൗലോസിൻ്റെ ഭാഷയത്തിൽ ഒരു രസം പഠിക്കാൻ. ക്രിസ്തു എന്ന തലയോളം സ്റ്റെപ്പ് ബൈ സ്ലോ പ്രോസസ്സാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ, അത് വളരുന്ന സന്ദർഭത്തിൽ ഇതിനെന്താ ഉണ്ടാവും? ഉപദ്രവം ഉണ്ടാവും, പീഡ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആർക്ക് പറയാം? ഞാൻ ദാനിയേൽ പ്രവചനം പറയാനാണ് വരുന്നത്, പക്ഷേ ഇതോടെ ചേർത്ത് പറയാം. ആർക്ക് പറയാൻ പറ്റും? പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നതിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വേദപുസ്തകം പ്രിയപ്പെട്ടവർ വായിക്കുകയും പഠിക്കുകയും. ഇത്രയും കൊല്ലമായി നമുക്കിത്. സെക്രട്ടറി പറ. ഒന്നുകുറെ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു. എൻ്റെ ദൈവമേ, ഫിലിപ്പി ലേഖനത്തിൽ ഇത് വായിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് തന്നെ പോയി 3-ാം അധ്യായം 10 പ്രാവശ്യം വായിക്കണം. ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു. പിന്നെ പല പ്രാവശ്യം കപ്പൽച്ചനത്തിലകപ്പെട്ടു, പല പ്രാവശ്യം പട്ടിണി കിടന്നു, കടലിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത്. ഇതിനകത്ത് പ്രയാസമുണ്ട്. ഈ കള്ള സഹോദരന്മാർ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഇതെല്ലാം സഹിച്ചു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എന്തെന്നറിയാമോ? ഇതൊന്നും വന്നാലൊന്നും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാരണം? എന്നെ ശക്തനാക്കുന്ന ഒരുത്തൻ എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ ശക്തനാക്കുന്ന ഒരുത്തനെ എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിക്കാനുള്ളതാണ്. പട്ടിണി ഇടുന്നതും ശാഖപദാർത്ഥവും പച്ചവെള്ളവും ഓപ്റ്റ് ചെയ്യുന്നത് പുറമേയുള്ള മനുഷ്യൻ്റെ പുഷ്ടി ഇല്ലാതാക്കുന്നതാണെന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ അങ്ങനെയല്ല. അത് ഞാൻ നോ പറയുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഡു യു നോ ഹിം? അതാ ചോദ്യം. നിങ്ങൾക്കറിയാമോ? പോയി ഏതാണ് പ്രധാനം? ബാഹ്യമല്ല, ആന്തരികമാണ്. അപ്പോൾ ആന്തരിക മനുഷ്യൻ്റെ പുഷ്ടി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഇതുങ്ങളവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒന്നിനും കൂസാതെ കണ്ട് സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുമ്പോൾ ഇവിടെ ഗ്രഡ്ജുണ്ട് ഒരു കൂട്ടർക്ക്. ആർക്കാ? അവിടുത്തെ ആദിവാസികൾക്ക് ഗ്രഡ്ജുണ്ട്. അവരെ എങ്ങനെയും തകർക്കാൻ അവസരം നോക്കിക്കൊണ്ട്. അപ്പോഴാണ് 3-ാം അധ്യായം വരുന്നത്. 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം ഉണ്ടാക്കി അതിനെ ദൂരാസമഭൂമിയിൽ നിർത്തുന്ന വിഷയമാണ്. എന്താണ് 3-ാം അധ്യായത്തിലെ വിഷയം? ഒറ്റ വാക്കി പറഞ്ഞാൽ 3-ാം അധ്യായത്തിലെ വിഷയം എന്താണ്? ആരാധന. എന്താണ്? ആരാധന. അത് ഗ്രേസിക്കുട്ടി ബിംബാരാധന എന്ന് പറഞ്ഞു. ബിംബാരാധന എന്ന് പറഞ്ഞാൽ ആരാധന. എന്താ ഈ നെബൂഖദ്നേസർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? 2-ാം അധ്യായത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ ആദ്യത്തെ ഭാഗം എന്തുകൊണ്ടാണ്? തങ്കം കൊണ്ടാണ് നിർമ്മിച്ചത്, അല്ലേ? അല്ലെങ്കിൽ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് താഴെ പിച്ചള, ഇതെല്ലാം മറന്നുപോയോ? പിന്നെ വെള്ളി, പിന്നെ കളിമൺ. അപ്പോൾ സ്വർണം, വെള്ളി, പിത്തള, കളിമണ്ണ്, പിന്നെ രണ്ടും കൂടെ ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നത് അവസാനത്തെ കാൽഭാഗം. അപ്പോൾ അദ്ദേഹത്തിനൊരു ചിന്ത, അപ്പോൾ എൻ്റെ സാമ്രാജ്യം അവസാനിച്ച് കഴിഞ്ഞിട്ട് വെള്ളി വരുത്തില്ലയോ? അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ തന്നെ ദീർഘകാലം വസിക്കത്തക്ക തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ എന്നെ ദീർഘകാലം രാജാവും ചക്രവർത്തിയുമായി അവരോധിക്കത്തക്ക തരത്തിൽ ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്യണം. അദ്ദേഹം ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണ്ട ബിംബം 3-4 ലോഹങ്ങൾ കൂടിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ സ്വർണ്ണമാകണ്ടേ, എൻ്റെ മുഴുക്കായ പ്രതിമ പോലെ ഒരെണ്ണം ഉണ്ടാക്കി. അതിൻ്റെ ഹൈറ്റും ഒക്കെ പറയുന്നത് കേട്ടാൽ അത്രയും സ്വർണ്ണമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ തടിയിൽ തീർത്തിട്ട് സ്വർണം പൊതിഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ ആയിക്കോട്ടെ, അതാണ് ചിന്ത. അതായത് ഈ ചക്രവർത്തിമാർക്ക്
അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു 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 പ്രത്യേക രീതി, ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിയാൽ ആ ആക്രമിച്ച രാജ്യത്തെ ദേവനേക്കാൾ ഞാൻ സേവിക്കുന്ന ദേവനാണ് ശക്തനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് യെരുശലേം ദേവാലയം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ദേവാലയത്തിലെ പൊന്നുള്ളിപ്പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു, അവിടുത്തെ ആളുകളെ പിടിച്ചുകൊണ്ട് വന്നു, ഏകദൈവ വിശ്വാസികളെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നു. ആ ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവമൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആ ദേവനേക്കാൾ എൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ കരുത്തനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഇന്നും ഇറാഖിൽ നിന്ന് ഏകദേശം 5-8 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഒരു വലിയ പ്ലാറ്റ്ഫോമുണ്ട്. ഇത് വെച്ചിരുന്നായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്നും പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ചതാണ്. അവിടെ പ്രതിഷ്ഠിച്ച് ആരാധനയ്ക്കായിട്ട് കൂടി വരികയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് നിർത്തി ആരാധിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആരാധിച്ചില്ല. അപ്പോൾ ഈ 3-ാമത്തെ അധ്യായത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്നാ? ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ആരാധനയെക്കുറിച്ചും ആരാധനയുടെ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതാണ്. അത് ആവർത്തിക്കുകയല്ല. നമ്മുടെ മനസ്സിൽ യഥാർത്ഥ ആരാധനയെക്കുറിച്ച് ഈ 3-ാമത്തെ അധ്യായം നൽകുന്ന ഒരു പിക്ചർ എന്താണ്? 1-2 ചിന്തകൾ പറഞ്ഞാണ്. ഒന്നുമില്ല, എല്ലാം പറഞ്ഞ് ഞങ്ങൾ കേട്ടോളാം. ഞാനതല്ല ചോദിച്ചത്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതെന്താ വർഷിപ്പ്? വാട്ട് ഈസ് വർഷിപ്പ്? എന്തല്ല എന്തല്ല എന്താണ് എന്ന് നമുക്ക് 1-2 ചെറിയ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ദൈവശാസ്ത്രത്തിലേക്ക് പോകാനല്ല, നോർമൽ കോഴ്സിൽ പറഞ്ഞാൽ മതി. ഈ പിള്ളേർ പറയുകയാണ് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ വലിയ ഇൻ്റലക്റ്റ് ഒരു ക്രീമി ലെയർ അവിടെയുണ്ട്. എവിടെ? ആരാധിക്കാനായിട്ട് ആളുകളുടെ ബാഹല്യമുണ്ട്, ആരവമുണ്ട്, മ്യൂസിക് ഉണ്ട്. പിന്നെ ഈ ആരാധനയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ പോരുന്നതായ ബാഹ്യ ചട്ടവട്ടങ്ങളെല്ലാം അവിടെയുണ്ട്. എവിടെ? ദൂരാ സമഭൂമിയിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുക്കുന്നത് ആരാണ്? രാജാവ്. അപ്പം ആരാധനയുടെ ഡയറക്ഷൻ ആരിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നാണ്. ഈ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം ആരാധനയ്ക്കൊരിക്കലും ഭൂഷണമല്ല. അതിപ്പോൾ ഈ ക്രിസ്ത്യൻ സ്പിരിച്വൽ ഫീൽഡിലായാലും അങ്ങനെ അത് സ്വാഭാവികമാണ്. ആരാധന സഭയുടെ, ആധുനിക സഭയുടെ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ആരാധന ദൈവജനത്തിൻ്റെ ആകമാനമായ പങ്കാളിത്തത്തിലാണ്, ഇൻവോൾവ്മെൻറ്റിലാണ്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ആമീൻ 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 എന്നൊക്കെ പറയുന്ന എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ ചർച്ചാണ് വർഷിപ്പ് ചെയ്യുന്നത്. ആ ചർച്ചിൻ്റെ വർഷിപ്പ് ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാനും ആ വ്യക്തിയുടെ ഏകാധിപത്യം, സ്വച്ഛാധികാരം എക്സസൈസ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മാർത്തോമാ സഭയുടെ എപ്പിസ്കോപ്പസിയെയും ക്ലെർജിയോക്രസിയും ഒക്കെ ഞാൻ സ്വീകരിക്കുന്നയാളാണ്. ഒരു മെത്രാച്ചൻ പള്ളിയിൽ വരുമ്പോൾ ആളുകൾക്ക് ആരാധനയോടുള്ള മനോഭാവം, അച്ഛനും ആരും ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ പള്ളിയിലെ ആരാധനയോടുള്ള നമ്മുടെ മനോഭാവം ഒന്ന് തട്ടിച്ചു നോക്കണം.
അച്ഛൻ്റെ സാധാരണ കുർബാന അവിടെ കിടക്കട്ടെ. ഒരു മെത്രാച്ചനുണ്ടെന്ന് പറഞ്ഞാൽ ആള് കൂടുന്നു, വയ്യാത്തവനും കൂടെ വരുത്തില്ലയോ? അപ്പോൾ എവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം? ഈ ആരാധിക്കുന്ന വ്യക്തിയും ആരാധിക്കുന്ന ജനവും ആരാധിക്കുന്ന ദൈവവും തമ്മിലുള്ള ബന്ധത്തിലല്ല ആരാധന. ആരാധനയുടെ ലീഡ് ചെയ്യുന്ന ആളിൻ്റെ ഔന്നത്യത്തെ ആശ്രയിച്ചാണ് ആരാധന. അതല്ല ആരാധന എന്ന് പഠിപ്പിക്കുക. എല്ലാം പിടി കിട്ടിയോ? നെബൂഖദ്നേസരെ, നീ പറയുന്ന ഒന്നും അല്ലെന്ന് ആരാധന. നീ വലിയ പുള്ളിയാ, നീ വലിയ ആളാണ്, നിനക്ക് ശക്തി അധികാരമുണ്ട്. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പുസ്തകത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞ് കേൾപ്പിച്ചതാ. 5-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. നെബൂഖദ്നേസറിനെ കുറിച്ച് ലോകം പറയുന്നത്, അവൻ്റെ പേര് കേട്ടാൽ ലോകം വിറയ്ക്കും. വിറപ്പിക്കുന്ന ആളാണ്. പക്ഷെ നിന്റെ വിറപ്പിലൊന്നുമല്ല ആരാധന. ഇത് പറയാൻ തൻ്റെ ഇടം, ശക്തിയും അധികാരവും ഒന്നുമില്ലാത്ത 3 പിള്ളേർക്കുണ്ടായിരുന്നു. സെക്രട്ടറിക്ക് മനസ്സിലായോ? ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും, എനിക്കറിയാം. ജോർജ്, ഞാൻ പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നുണ്ട് മിത്രാച്ചൻ വരുന്നതിനകത്ത് എതിരാണ്, അങ്ങനെ ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. പക്ഷേ ആരാധനയുടെ നമ്മുടെ മനോഭാവം, അച്ഛനില്ലാത്തൊരു ദിവസം പള്ളിയിൽ ആരാധനയ്ക്ക് എത്ര പേര് കാണും? ചിലർ വന്നേച്ച് തിരിച്ചു പോകും. ഇന്ന് അച്ഛനില്ലയോ? ആരാധന അച്ഛനാണോ ആരാധന? ആരാധനയ്ക്ക് ലീഡ് ചെയ്യാൻ പട്ടക്കാരൻ വേണം, അത്യാവശ്യമാണ്. പക്ഷെ ഇല്ലെങ്കിൽ ഈ പള്ളി നിറച്ചിരുന്ന് ആരാധിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകണം ഇവിടെ ഈ പള്ളിയിൽ ഉണ്ടാകണം. അതാണ് 100 വർഷത്തിന് സാധിച്ചെടുക്കേണ്ടത്. ഇവിടെ ലീഡ് ചെയ്യാൻ മെത്രാനുമില്ല, പട്ടക്കാരനുമില്ല, ഉപദേശിയില്ല. വി വാണ്ട് ടു വർഷിപ്പ് അവർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. കാരാഗ്രഹത്തിനകത്തോട്ട് ഏത് മെത്രാനുണ്ടായിരുന്നു? ആ പാടെ 2 പിള്ളേരതിനകത്ത് കിടപ്പുണ്ട്. അവിടെ ഒരു ഭയങ്കര ആരാധന നടന്നു, അർദ്ധരാത്രിയിൽ നടന്നോ? ഇത് വേദപുസ്തകത്തിലെ ആരാധനയെക്കുറിച്ചുള്ള. അപ്പോൾ അവർ പറയുകയാണ്, ആളുകളുടെ ആരവമല്ല ആരാധന, ആളുകളുടെ ബാഹുല്യവുമല്ല ആരാധന, ആത്മാവിൻ്റെ അർച്ചനയാണ് ആരാധന എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ അർച്ചനയാണ്. അതായത് ആരാധിക്കുന്ന ദൈവവും ആരാധിക്കാൻ കൂടി വന്നിരിക്കുന്ന ഞാനും തമ്മിലുള്ള ആളത്ത ബന്ധത്തിൽ ഉളവാകുന്ന ഒരു അനുഭൂതിയാണ് ഈ ആരാധന. ഒരു ഹാലൂസിനേഷനോ ഇല്യൂഷനോ ഒന്നുമല്ല, അതൊരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്. അപ്പോഴാണ് നിറകണ്ണുകളോടെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവമേ, നീ നല്ലവൻ, നീ വല്ലവൻ, നീ വിശ്വസ്തൻ, നീ പരിശുദ്ധൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയണമെങ്കിൽ ആ ബന്ധം ഉണ്ടാവണം. അത് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞു, ഇതല്ല ആരാധന. രാജാവിന് ശക്തി അധികാരമൊക്കെ ഉണ്ട്, നീ അടിച്ചേൽപ്പിക്കുന്നതും അല്ല ആരാധന. ആണോ? ആരാധന അടിച്ചേൽപ്പിക്കലല്ല. ആരാധന സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ടതാണ്. ആരാധിക്കാൻ എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്ന വിധത്തിൽ എന്നെ വീണ്ടെടുത്ത എൻ്റെ ദൈവവും ഞാനും തമ്മിലൊരു ആളത്ത ബന്ധത്തിലൂടെയുള്ള ആകർഷണീയതയാണ് ആരാധനയായി രൂപപ്പെടുന്നത്. അത് നമുക്കുണ്ടാവണം. മാർത്തോമാ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇതൊന്നുമില്ല, ഡിസ്പ്ലേ ഒന്നുമില്ല. ഒരു പഴയ വേദവസ്തു, അതും ഇതിന് 4 ഇരട്ടി വലിപ്പമുണ്ട്. ആ പഴയ വേദവസ്തുവും ഒരു ക്രിസ്ത്യകീർത്തനവും കൂടെ പിടിച്ചുകൊണ്ടൊരു വരവുണ്ട്. ചില മാതാപിതാക്കളുടെ വരവ് കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും വായിക്കാനൊന്നും അറിയത്തൊന്നുമില്ല. പുസ്തകം പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും തപ്പും, അറിയത്തില്ല. പക്ഷെ അതും മാർത്ത് പിടിച്ചുകൊണ്ടൊരു വരവുണ്ട്. അച്ഛൻ ഈ കൺഫെഷനൊക്കെ നടത്തുന്നേ വല്യവായിലെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു, നിലവിളിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. അവരുടെ കണ്ണുനീര് വീണ ഇടമാ. ഏലിയാസാറെ, ശരിയല്ലയോ ഇത്? നമുക്കെന്താ പറ്റിയ? നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിലേക്കൊരു മടങ്ങി വരവാണ് 100-ാം വർഷം നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റു പരിപാടികളൊന്നും അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, അത് അന്നേരം തീരും. അതോടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നേ, നമ്മുടെ അച്ഛൻ്റെ അമ്മയൊക്കെ അവരുടെ വീട്ടിലൊക്കെ പ്രാർത്ഥനയാണ്. അമ്മച്ചി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഞാനൊരിക്കലും വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. കൊമ്പാടി പഠിക്കുമ്പോൾ അങ്ങോട്ട് പോത്തിരിക്കലെ നമ്മുടെ ജിയുടെ അമ്മച്ചി ഓർക്കുന്നുണ്ടോ? അമ്മച്ചി ഓർക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ടോ? ആ, അറിയാമോ? ആ, വിടുവോ ചെന്നാൽ? അത് നമ്മുടെ സ്വത്താ, ഈ സഭയുടെ സ്വത്താ, ഈ ഇടവകയുടെ സ്വത്താ. അവരുടെ കണ്ണുനീരില്ല ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് വലിയ പള്ളിയൊക്കെ നമുക്കുണ്ട്, അന്ന് വലിയ പള്ളിയൊന്നുമില്ല. അവിടെയാണ് നമ്മുടെ ബലം, ശക്തിയുള്ളത്. നെബൂഖദ്നേസർ പറഞ്ഞു, ഞാനിപ്പം ആരാധനയ്ക്ക് ചട്ടവട്ടങ്ങളൊക്കെ കൂട്ടും, നിങ്ങൾ പറയുന്നൊന്നും അല്ല ആരാധന. നിങ്ങൾക്ക് ആരാധനയെക്കുറിച്ചൊരു ധാരണയുണ്ട്, അതൊന്നും അല്ല ആരാധന, ഞാൻ പറയുന്ന പോലെ ആരാധിച്ചോണം. അങ്ങനെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഇല്ല. അങ്ങനെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ ഭൂമി വെച്ചേക്കത്തില്ല, ചലഞ്ച വെച്ചേക്കത്തില്ല. അപ്പോഴവരെന്താ ചെയ്തെന്നുള്ളതാണ് 3-ാമത്തെ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ ഒരു ഗ്രൗണ്ട് പറഞ്ഞു. എന്തല്ല ആരാധന, എന്താണ് ആരാധന? ആളുകളുടെ ആരവമല്ല, സംഗീതത്തിൻ്റെ അകമ്പടിയല്ല, പിന്നെയോ ആത്മാവിൻ്റെ അർച്ചനയാണ് ആരാധന. ആരാധകനും ആരാധ്യനായിരിക്കുന്ന ദൈവവും തമ്മിലുള്ള ആളത്ത ബന്ധത്തിലൂടെ ഉദ്ഭുതമാകുന്ന ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ് ഈ ആരാധന. അങ്ങനെ മാറണം. അപ്പോഴാണ് ഈ മജ്ജയും മേരസും കൊണ്ടെന്ന പോലെ പുഷ്ടിയുള്ളതായി ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നത് ആരാധന കഴിയുമ്പം. അല്ല കഴുത്തൊടിഞ്ഞ് പോകുന്ന പരിപാടിയല്ല, ഒരു ബലമാണ്. കുർബാന കൊണ്ടേച്ച് പോകുമ്പോൾ ഒരു ബലമാണ്. ഈ ഒരു മാനസിക നില നമ്മുടെ പള്ളിയിൽ ഉണ്ടാകണം. അതിനാകണം നമ്മുടെ ബൈബിൾ സ്റ്റഡി, അതിനാകണം നമ്മുടെ ആരാധന. അതല്ലാതെ കണ്ട് എന്തുവാ ആളുകളുടെ ഇടിയും ബഹളമൊക്കെ ഈ കുർബാന കൊള്ളാനായിട്ട്. അതൊക്കെ നടക്കട്ടെ, അതിനൊരു മാറ്റമുണ്ട്. ആരാധന എന്താണെന്ന് യഥാർത്ഥമായി ഗ്രഹിക്കണം ഈ 100-ാം വർഷം. അതിന് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം, അതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണം. പല ധ്യാനയോഗങ്ങൾ ഇവിടെ നടന്നിരുന്നതാണ്, പല വചന പഠന ക്ലാസ്സുകൾ. എനിക്ക് തോന്നുന്നു മലയാള വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടോ? മലയാള വർഷത്തിൻ്റെ കർക്കിടക മാസത്തിൻ്റെ അവസാനത്തെ 2 ദിവസം, ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഇതിൻ്റെ പല പള്ളികളും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പല പള്ളികളും ഈ പ്രാവശ്യം കുമ്മനാട്ട് വലിയ പള്ളിയിൽ ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാൻ പോയി. പിതാക്കന്മാർ വെച്ചതായിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ, ദാനിയേൽ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്തിലെ ദൂരാ സമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും ന്യായാധിപന്മാരും ഭണ്ഡാരവിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. സകല ഹൈലി ഇൻ്റലക്ച്വൽ, ഹൈലി ഒഫീഷ്യൽസ്, ആ പ്രദേശത്തുള്ള ഹൈലി പ്രൊഫഷണൽസ് എല്ലാം, രാജാവ് നിയോഗിച്ചു വച്ചിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടണം. അപ്പോൾ രാജകൽപ്പനയാണ്. ഇവരെന്ത് ചെയ്തു? രാജകൽപ്പനയെ അനുസരിച്ചെന്ന്. രാജകൽപ്പന അനുസരിച്ചോ? അനുസരിച്ചില്ല. ഇവരനുസരിച്ചില്ല. അനുസരിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ അനുകരണമല്ലെന്ന് ആരാധന. ഭൂരിപക്ഷത്തിൽ ചെയ്യുന്നത് അനുകരിക്കുന്നതല്ല ആത്മീയ ആരാധന. പിന്നെന്താ? അനുസരണമാണ്. ദൈവത്തോടുള്ള അനുസരണമാണ് ആരാധന. അതല്ലയോ ഒരിക്കൽ ഒരുത്തൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ യാഗം കഴിക്കാൻ വേണ്ടി കുറേ ആടിനെയും മാടിനെയും കൂടെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ശമൂവേൽ ഉപദേശി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആരെക്കുറിച്ചാണ്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എന്തോ ഞാൻ കേൾക്കുന്ന ശബ്ദം എന്തോ? അയ്യോ, അത് ഞങ്ങൾ ആരാധിക്കാൻ കൊണ്ടുവന്നേക്കുക. അത് ഞങ്ങൾ ആരാധിക്കാൻ കൊണ്ടുവന്നേക്കുക.
ഉടനെ മറുപടി എന്നാ പറഞ്ഞേ? അനുസരണം. അനുസരണം ബലി. ബലി എന്നുള്ളത് അങ്ങോട്ട് മാറ്റി. അനുസരണം അനുസരണം അന്ധമായ ആരാധനയേക്കാൾ വലുതാണ്. അല്ലെങ്കിൽ അനുസരണമാണ് ഏതിൻ്റെ അടിസ്ഥാനം? ആരാധനയുടെ അടിസ്ഥാനം. അനുസരിക്കാത്ത നീ എന്നെ ആരാധിക്കാനാ? ദൈവം പറഞ്ഞത് കാശിന് അനുസരിക്കത്തില്ല, എന്നിട്ട് വന്നിരിക്കുക പിതാവിനും പുത്രനും പരിശുദ്ധർക്കായിരിക്കും ചൊല്ലാൻ. എന്നിട്ട് ആദ്യം മുതൽ ഞങ്ങൾ ഇരുന്ന പോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നു, വാറിക്കുമോ ഇനിയിട്ട് വ്യത്യാസം ഉണ്ടാകത്തുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര കൊല്ലം പറയുന്നറിയാമോ? അനുസരണം. അത് വചനം എന്ത് പറയുന്നു? എൻ്റെ തമ്പുരാൻ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പഠിപ്പിച്ച അത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ പിതാവിനെ അനുസരിക്കുക, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമായിരിക്കും. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ഞങ്ങൾ വന്ന് അവരോട് വസിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ തൃത്വം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അനുസരിക്കുന്നവരൂടെ വസിക്കും. അതാണ് ആരാധന. തൃത്വത്തോടു കൂടെയുള്ള ഒരു ആരാധന. അത് അനുസരിക്കുന്നവരുടെ വശത്താ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ വല്ലതും? അവരുടെ ഉള്ളിൽ ഈ നമ്മൾ ശാന്തമായി ചിന്തിച്ചാൽ മതി. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എഴുതി വച്ചിരിക്കുന്ന ധാർമ്മിക പ്രമാണം ഉണ്ടല്ലോ, അത് ഒരു ശക്തിക്ക് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ്. ഇങ്ങനെ നമ്മൾ ഇൻബിൽറ്റ് ആകണം ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ പഠിപ്പിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുക. അതിനകത്ത് മാംസപ്പലകമേ പ്രിന്റ് ചെയ്ത് വെക്കണം. ഇരുമ്പെഴുത്താണി കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് കൊണ്ട് ഇതിനകത്ത് മാംസപ്പലകമേൽ എഴുതി വെക്കണം. കല്ലിലല്ല, പിന്നെ ഹൃദയമാകുന്ന മാംസപ്പലകമേൽ എഴുതണം. എഴുതിയാൽ സമ്മർദ്ദങ്ങൾക്കൊന്നും അതിനെ തുടച്ചു മാറ്റാൻ സാധിക്കത്തില്ല. അപ്പോൾ സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും കൂടെ വിളിച്ചു, ഹൈലി ഇൻ്റലക്ച്വൽസിനെ എല്ലാം വിളിച്ചു. വലിയ അവരെ കണക്കനുസരിച്ച് അതിൽ 3 ലക്ഷം പേരാണ് അതിൽ സംബന്ധിച്ചതെന്നാണ് ഒരു കണക്ക്. ദൂരാസമഭൂമി നിർത്താൻ കാരണം ഈ സിറ്റീസിൽ നിന്നാൽ എല്ലായിടത്തും എല്ലാവർക്കും ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കത്തില്ല. ആ കാലമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരു ഡെസേർട്ട് മാതിരി ഒരു സമതലം അതിപ്പോഴും ഉണ്ട്. ആ സമതലത്തിൻ്റെ മധ്യത്തിൽ പ്രത്യേക വിസ്തീർണം ഉള്ള അടിത്തറ പാകിയ ബലിഷ്ഠമായ ഇഷ്ടിക കൊണ്ട് പാകിയതായിരിക്കുന്ന ഫൗണ്ടേഷനിൽ അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി സ്ഥാനനിർണ്ണയം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇഷ്ടികയുടെ ഭാഗങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. ഈ ഫൗണ്ടേഷൻ്റെ ദൂരാസമഭൂമിയിൽ നിർത്തിയിരിക്കും. ദാനിയേലിനെ കുറിച്ചിവിടെ പരാമർശമില്ല. കാരണം ദാനിയേൽ ആ സംസ്ഥാനത്തിലെ ഒന്നാമന്. അതുകൊണ്ട് പ്രത്യേക നിർദ്ദേശപ്രകാരം എന്തെങ്കിലും പ്രത്യേക ഡ്യൂട്ടിക്കായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ ദാനിയേലിൻ്റെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിലെ ഒരു വലിയ സത്യം, അവിടെയൊക്കെ നിർണായക നിമിഷങ്ങൾ ആര് കൂടെ ഉണ്ടായിരുന്നു? 4 പേരുടെ കൂട്ടത്തിൽ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു? ദാനിയേലായിരുന്നു. ദാനിയേലാ പ്രമുഖൻ. എനിക്ക് അവസരം തരണം, ഞാൻ പറയാം എന്ന് പറഞ്ഞ് രാജാവിൻ്റെ ഇടയ്ക്ക് കയറി ചെന്നൊക്കെ ആരാ? ദാനിയേലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ദാനിയേൽ എന്ന വ്യക്തിയാണ്. ഈ ദാനിയേൽ എന്ന വ്യക്തി ഈ കൂട്ടത്തിൽ ലീഡറാണ്. ലീഡർ മൂവ് ചെയ്യുന്നത് പോലെ മൂവ് ചെയ്ത് എക്കാലവും ജീവിക്കാമെന്ന് ആരും ധരിക്കണ്ട. ലീഡർഷിപ്പിനെ അന്ധമായ അനുകരണവും അബദ്ധമാണ്. ലീഡർഷിപ്പ് പോയി കഴിഞ്ഞപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ട്രെയിനിങ് ഓരോ വിശ്വാസിയുടെയും ഉള്ളത്തിൽ പ്രാപിക്കണം. 4 പേരിൽ ഒരുത്തനാണ് ലീഡർ. പുള്ളി അങ്ങ് പോയി കഴിഞ്ഞപ്പം അവരുടെ വിശ്വാസമോ അവരുടെ ശ്രേഷ്ഠതയോ മങ്ങിപ്പോയോ? ഇല്ല. ഇപ്പം ഈ വിധത്തിലുള്ള ഒരു ട്രെയിനിങ് നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. ലീഡർഷിപ്പ് കാണിക്കുന്നത് പോലെ അനുകരിച്ച ചരിത്രം സുവിശേഷങ്ങളിൽ ഒരിടത്ത് പരാമർശിക്കുന്നുണ്ട്. എന്നോട് കൂടെ ചിന്തിക്കുന്നവരിപ്പോൾ പറയും, ഉറങ്ങുന്നവർക്ക് പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ബുദ്ധിമുട്ടിക്കുന്നില്ല. അവരെല്ലാം കൂടെ കൂടി ഇരുന്ന് പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാം. പത്രോസ് ആരാ? ലീഡറല്ലേ. ലീഡർ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തോമാച്ചൻ പറയുമ്പോൾ നമ്മുടെ എബിസാറും പറയും, പ്രസാദും പറയും, ജോർജിയും ബാബു എല്ലാം കൂടെ പറ, നീ പോകുന്നെങ്കിൽ ഞങ്ങളും പോരുമെന്ന്. അങ്ങനെ 6 പേര് കൂടി ഒരുമിച്ച് വീശാൻ പോയി.
ഇതൊരു വലിയ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ കൂടെ ആരില്ല? ദാനിയേലില്ല. നേതൃത്വം നൽകുന്നവർ കൂടെ ഇല്ലാത്തപ്പോഴും ആ ലഭിച്ച കൃപയ്ക്കുള്ളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തി നമുക്കുണ്ടാകണം, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരുടെ സപ്പോർട്ടിലല്ല ആത്മീയത, അതിന് ഇൻഡിപെൻഡൻസ്, അത് ഇൻഡിപെൻഡൻ്റാണ്. ഓരോരുത്തരുടെ ആത്മീയതയ്ക്ക് അവനവൻ ചുമതലപ്പെട്ടാൽ. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ സ്പിരിച്വാലിറ്റി. അക്കൗണ്ടബിലിറ്റി കോർപ്പറേറ്റ് അല്ല, ഇൻഡിവിജ്വലാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ്, അത് ഇൻഡിവിജ്വലാണ്, കോർപ്പറേറ്റ് അല്ല. എന്നാൽ കോർപ്പറേറ്റ് ഡയമെൻഷൻ ഉണ്ട് ഇതിനകത്ത്. വർഷിപ്പിന് കോർപ്പറേറ്റ് ഡയമെൻഷനുണ്ട്, ഇൻഡിവിജ്വൽ ഡയമെൻഷനുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വലാണ്. അതായത് വ്യക്തിപരമായ ബന്ധത്തിൽ പ്രിയനുമായി ഉള്ള ആളുകളുടെ ഒരുമിച്ചുള്ളൊരു കോർപ്പറേറ്റ് ഫെലോഷിപ്പാണ് ആരാധന. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കൂടിയിരിക്കുന്ന എല്ലാവർക്കും കർത്താവുമായിട്ടുള്ള ആളത്ത്. അപ്പം കർത്താവുമായിട്ടുള്ള ആളത്ത് ബന്ധത്തിൽ സജീവമായി നിൽക്കുന്നവരുടെ കൂട്ടമാണ് ആരാധന. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രവൃത്തി പറഞ്ഞത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി രക്ഷിക്കപ്പെടുന്ന പറഞ്ഞ അർത്ഥം എന്താണ്? യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ്. അങ്ങനെ വന്ന ആളുകളുടെ ഗണമാണ് ആര്? സഭ. ആ സഭയാണ് ആരാധിക്കേണ്ടത്. ആ സഭ ആരെ ആരാധിക്കണം? യേശുവിനെ, വീണ്ടെടുപ്പുകാരനെ ആരാധിക്കണം. ആ വീണ്ടെടുപ്പുകാരനെ ആരാധിക്കുവാൻ സ്ഥലമോ സമയമോ കാലമോ ഒന്നും പ്രത്യേകത ആരും തടയാനും പറ്റുകയില്ല. അപ്പോൾ അവിടെ ആളുകൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോഴും ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് പരാമർശമില്ല. അവരുടെ ഉള്ളിൽ എന്താണ് ആരാധന എന്ന് എഴുതിയിട്ടുണ്ട്. അതെവിടെ നിന്ന് കിട്ടി? വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അവരവിടെ പക്വമായിട്ട് നിൽക്കുകയാണ്. കുഴൽ, തമ്പുരു, വീണ, നാഗസ്വരം മുതലായവയെല്ലാം കൂടെ കേട്ടപ്പോൾ എല്ലാവരും വീണ് നമസ്കരിച്ചു. ആരെ നമസ്കരിച്ചു? രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. ഈ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രാജാവിനെ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. കൈസരുടെ ആരാധന, കൈസർ ദൈവമാണ് എന്ന് പ്രകീർത്തിക്കുന്ന ഒരു വലിയ സംസ്കാരം റോമൻ സാമ്രാജ്യത്തുണ്ടായിരുന്നു. അതിന് നേരെ എഗൻസ്റ്റ് ആയിരുന്നു ക്രിസ്ത്യാനികൾ. അവർ പറഞ്ഞു, സീസർ അല്ല ദൈവം, പിന്നെ ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ക്രിസ്തു ആണ് ഞങ്ങളുടെ ദൈവം എന്ന് അവർ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് പീഡനം അവർക്കെതിരെ അഴിച്ചുവിട്ടത്. അപ്പോൾ ഈ രാജാവിനെ നമസ്കരിക്കാൻ, അതായത് ഈ ബാബിലോണ്യ മതത്തിൻ്റെ കേന്ദ്രത്തിൽ ഈ ആളെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നു? ചക്രവർത്തിയെ കൊണ്ടുവന്നു. ചക്രവർത്തി ആരാധന നമസ്കരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പിള്ളേരുടെ മനസ്സ് പറയുകയാണ്, ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പതിപ്പിച്ചിട്ടുണ്ട്. ആരെ ആരാധിക്കാവൂ? ആര് പറയാം? ഇവർ പറയാം ആരെ ആരാധിക്കാവൂ. അത് പറഞ്ഞു കൊടുക്കാൻ ദാനിയേൽ അവിടെ ഇല്ല. ഈ 3 ശദ്രക് മേശക്ക് അബേദ്നെഗോ പറയാ ആരെ ആരാധിക്കാവൂ? ദൈവത്തെ മാത്രമേ ആരാധിക്കുക. അപ്പുറത്ത് ആര് ആരാധിക്കുന്നു? ബിംബത്തെ ആരാധിക്കുന്നു. ആരൊക്കെ ആരാധിക്കുന്നു? അവിടെയുള്ള ഹൈലി ഒഫീഷ്യൽസ് എല്ലാം, ഇൻ്റലക്ച്വൽസ് എല്ലാം, ടെക്നീഷ്യൻസ് എല്ലാം, സ്വാധീനമുള്ളവരെല്ലാം, രാജാവിനോട് ചേർന്ന എല്ലാവരും, രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി എല്ലാവരും നമസ്കരിക്കുക. ഭൂരിപക്ഷം ചെയ്യുന്നതാണ്. ആ ഭൂരിപക്ഷം ചെയ്യുന്നത് ആരും കാണുകയല്ല. ഈ പിള്ളേരും കൂടെ ഒന്ന് ചെറുതായിട്ട് നമസ്കരിച്ചാൽ മതി. എന്നിട്ട് അത് കഴിയുമ്പോൾ നമുക്കങ്ങ് പറയാമല്ലോ അവരോട് യേശുവിനെ കുറിച്ച്, ഇല്ലേ? ഇവരുടെ ഡിസിഷൻ എന്നാ? രാജാവ് പറഞ്ഞു, ഇപ്പോൾ രാജാവിൻ്റെ അടുക്കൽ റിപ്പോർട്ട് കിട്ടി. എന്താ അവിടെ ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന 2-3 പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 8-ാം വാക്യം. എന്നാൽ ആ സമയത്ത് ചില കൽദയർ, ആരാണ് കൽദയർ? ആദിവാസികൾ. കൽദയർ വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി.
ഇവർ ഓൾറെഡി എന്തോ നോക്കി നടക്കുകയായിരുന്നു, എങ്ങനെങ്കിലും ഇവരെ തകർക്കണം. ഇതാണല്ലോ ഈ കാലഘട്ടത്തിലെയും. എങ്ങനേലും ബാബു ഒരു സ്വോത്രം പറഞ്ഞാൽ അവൻ്റെ സ്വോത്രം പറയച്ചിൽ നിർത്തണം. അമ്മക്കുട്ടി ഒരു സ്വോത്രം അല്ലേലിയ എവിടെ നിന്ന് പള്ളി ഇരുന്നുകൊണ്ട് പറഞ്ഞു പോയേ, ഇവളാരാ ഇത്, ഈ സ്വോത്രം അല്ലേ? എടാ അകത്ത് ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ പറയാതിരിക്കാൻ എങ്ങനെയാ പറ്റുന്നേ? തോമാച്ചു ശരിയാന്നോ? ഉറക്കം വരും തോമാച്ചന്. തോമാച്ചൻ ഉറങ്ങിയാൽ ഞാനൊന്നും പറയത്തില്ല, പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരും. പക്ഷേ ഷൈനി ഉറങ്ങിയാൽ പറയും. ചിലരുടെ പേരൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഭാഷ കേട്ടിട്ടുണ്ടോ? ഈ പണ്ട് ബെയിലി അല്ലേലിയ അന്നേരം ഉണ്ടായിരുന്നു. ബെയിലി അല്ലേലിയ പറഞ്ഞപ്പോൾ അമ്മ വേണ്ട, ഇല്ല നിങ്ങളില്ല അമ്മ, നിങ്ങൾ ദുബായിലാണ്. അത് തോമാച്ചുണ്ടായിരുന്നു. ഇല്ല നിങ്ങളാരുമില്ല, നിങ്ങളെല്ലാം അവിടെ. എബി ഉണ്ടായിരുന്നു. ഇല്ല, എന്തോ ചെയ്യാനാ, പിന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നത് 99 മറ്റാണ്. 3 ദിവസത്തെ ധ്യാനയോഗം നമുക്ക് പള്ളി നടക്കുന്നത്. ആ ധ്യാനയോഗത്തിൽ 3 ദിവസം ഞാനാണ് പ്രസംഗിച്ചത്. 2-ാം ദിവസത്തെ യോഗത്തിൽ അപ്പോൾ സാറ് കുവൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. വലിയ അസുഖമായിരുന്നു, മാരകമായ അസുഖമായിരുന്നു അദ്ദേഹത്തിന്. അപ്പം പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രത്തിന് പോലും സാധിക്കാത്തതിനെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരസ്പർശനം നിൻ്റെ കയ്യിൽ, നിൻ്റെ അടുത്തേക്ക് വന്നാൽ അത്ഭുതം നടക്കും. ഇത് പറയുക അവിടെ നിന്നുകൊണ്ട് സാറ് കണ്ട് ഇവിടെ ഈ ഭാഗത്തായിരുന്നു. ഹല്ലേലൂയ ഉറക്കെ സകല ഈ പള്ളി നിറച്ച ആളുണ്ട് ധ്യാനയോഗത്തിന്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി, ഇവിടെ എന്തോ സംഭവിച്ചത്. നീ പള്ളി അല്ലേലിയ പറയാം, അങ്ങനെ അന്തസ്സുള്ളവർക്ക് പോലും പറ്റു പണിയാന്ന് ഈ ഒക്കെ അല്ലേലിയ പറയുന്നത് അന്നോ? പിന്നെ ഞങ്ങൾ അല്ലേലിയ പറയും. എന്തൊരു മൂവാണ്ടം മാങ്ങ തന്നെ താഴെ വീഴും. എടാ നിൻ്റെ അകത്തിനകത്ത് വല്ലതും തട്ടിയിട്ടുണ്ടോ? അടുത്ത ക്ലാസ് വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്കൊരു വിരോധവും ഇല്ല. 3 പിള്ളേരവിടെ മാറി നിൽക്കുക. യഹൂദന്മാരെ കുറ്റം ചുമത്തിയിട്ട് അവരിങ്ങനെ എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാം. എന്നിട്ട് രാജാവിനോടൊക്കെ ചെന്നേച്ച് അടുത്ത രാജാവിനോട് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്. മാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരെ നിയമിച്ച ശദ്രക്ക്, അവരാരാ? മേൽവിചാരകന്മാർ. ശദ്രക്, മേശക്, അബേദ്നെഗോ, ഈ ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ, അവരുടെ മേലുള്ള കുറ്റം എന്താണ്? അവർ രാജാവിനെ കൂട്ടാക്കിയില്ല. രാജാവിൻ്റെ ഡിക്രിയെ നോട്ടീസ് ചെയ്തില്ല. രണ്ടാമത്തെ എന്താണ്? അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിച്ചില്ല. 3 ചാർജാണ്. ആര് കണ്ടുപിടിച്ചത്? ബാബിലോണ്യർ യഹൂദന്മാർക്കെതിരെ കണ്ടുപിടിച്ചത്, യഹൂദ ബാലന്മാർക്കെതിരെ കണ്ടുപിടിച്ചത്. 1, അവർ രാജാവിൻ്റെ ഡിക്രി, രാജാവിൻ്റെ വിളംബരത്തെ അവഗണിച്ചു. ഈ രാജാവിൻ്റെ കൽപ്പന നിരസിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായൊരു വീഴ്ചയാണ്. അതവർ നിരസിച്ചു. അത് രാജാവിനെ ഡിസൊബേ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്, ഡിസോണർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അടുത്തത് അവർ രാജാവിനെ കൂട്ടാക്കിയില്ല, തിരുമനസ്സിലെ ദേവന്മാരെ സേവിച്ചില്ല. അടുത്തത് തന്നെ 3, തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. 3 കുറ്റമാണ്. യഥാർത്ഥ ആരാധന എന്താണെന്ന് ഉത്ബോധമുണ്ടായി ആ ആരാധനയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച 3 ബാലന്മാർക്കെതിരെ ഭൂരിപക്ഷം ശക്തിയും അധികാരവും എല്ലാമുള്ള ആളുകൾ ചുമത്തിയ കുറ്റം. ഇവിടെ ഒന്നുമില്ല, അത് ശക്തിയില്ല, അധികാരമില്ല. അപ്പുറത്ത് ശക്തിയുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്കെതിരെ ചുമത്തുന്ന ചാർജ് എന്താണ്? രാജാവിൻ്റെ ഡിക്രിയെ നിഷേധിച്ചു. പിന്നെ നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ വണങ്ങിയില്ല, നിന്റെ ദൈവത്തെ നമസ്കരിച്ചില്ല. 3 ഗുരുതരമായ ആരോപണങ്ങളാണ് അവർക്കെതിരെ. ഇവരെന്തുകൊണ്ട് ഇത് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു? അപ്പം ഈ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും?
ഒന്ന് സ്തോത്രം പറഞ്ഞാൽ, ഒന്ന് പാടിയാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ, അതുകൊണ്ടാണ് ഇപ്പം പലരും മിണ്ടത്തില്ല. വീട്ടിൽ കൂട്ടായ്മ പോലും ഇല്ലല്ലോ. പണ്ട് എത്ര കൂട്ടായ്മ നമ്മൾ നടന്നിട്ടുള്ളതാണ് ഇവിടെയൊക്കെ. ഒരു കൂട്ടായ്മയിൽ ഒന്നും വേണ്ട, പള്ളിയിലുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മതി, അല്ലാതെ അപ്പുറത്തൊന്നും വേണ്ട. പിന്നെ പേടിയാണ്. 3 പേര് നിൽക്കുകയാണ്. അപ്പം ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമുണ്ട്. എന്താ അടുത്ത് എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇത് കേട്ടപ്പോൾ നെബൂഖദ്നേസറിന് ഉഗ്രകോപവും ക്രോധവും പൂണ്ട ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഒരിക്കല് ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും കൂടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഈ രാജാവിന് ഉഗ്രകോപവും മോഹഭാവവും ഒക്കെ മാറിയ ഒരു സംഭവമുണ്ട്. ഉണ്ടോ? ഒരിക്കൽ ഈ സമാന മാനസിക അവസ്ഥ ആർക്കുണ്ടായി? നെബൂഖദ്നേസർ 2-ാമത്തെ അധ്യായത്തിലുണ്ടായി. ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആരാ? അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത ആരാ? ദാനിയേൽ. ശ്രദ്ധിക്കണം, ഇതേ മാനസിക നില ഒരിക്കലുണ്ടായപ്പോൾ ആരാണോ അദ്ദേഹത്തെ ആ മാനസിക നില തരണം ചെയ്യാൻ സഹായിച്ചത്, ആ വ്യക്തികളെ തന്നെ അതേ രാജാവ് അതുപോലെ തന്നെ തിരിച്ച് കൗണ്ടർ ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ദാനിയേലില്ല, മറ്റേ ദാനിയേൽ ഉണ്ടായിരുന്നു. അപ്പം ദാനിയേലിൻ്റെ ആബ്സൻസിലും അതിന് പ്രാപ്തരായി ആര്? ശദ്രക്കും മേശക്കും. അതാണ് സ്പിരിച്വൽ മച്യൂരിറ്റി. ഒരാളുടെ സപ്പോർട്ടിലല്ല സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അല്ല, നോ, ഇൻഡിപെൻഡൻ്റ് ആണത്. ഞങ്ങൾ 3 പേരോ ഇവരുടെ നേർക്ക് രാജാവിന് ഉഗ്രകോപം, ക്രോധം. ഞാൻ എന്നെ 5 മിനിറ്റ് എടുക്കുന്നു. ഉഗ്രകോപവും ക്രോധവും. ക്രോധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നറിയാം, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആളല്ലേ, ഓർത്തു, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത കൂട്ടരാ. നിർണായക നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവന്മാരെല്ലാം കുപ്പക്കുന്നാക്കി കളഞ്ഞേനെ, അവൻ്റെ വീടുകളൊക്കെ ഇല്ലേ, ഭയങ്കര സംഹാരം നടന്നേനെ. ആ നിർണായക നിമിഷങ്ങളിൽ സപ്പോർട്ട് ചെയ്തെന്നുള്ളൊരു ചിന്ത പോലും ആർക്കുണ്ടായില്ല. നമ്മൾ നന്മ ചെയ്തവർ പോലും പറ നമുക്കെതിരെ തിരിയും. അതാ ഈ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത. അതാ ഞാൻ ഈ 19 വർഷത്തെ ആത്മീയ ജീവിതത്തിൽ മനസ്സിലാക്കിയതാണ്. ആരുടെയും മുഖസ്തുതി, ആരും പറയുന്ന ഒന്നും കേട്ട് നമ്മൾ കുലുങ്ങൊന്നും വേണ്ട, അവരൊക്കെ തന്നെ തിരിയും. ഇപ്പോൾ ജോർജ് എന്നെക്കുറിച്ച് നന്മ പറഞ്ഞാൽ അടുത്ത നിമിഷം ജോർജ് തിരിച്ചു പറയും. അങ്ങനെ മനുഷ്യൻ്റെ സ്ഥിതി. വഴക്കുണ്ടാക്കല്ല കേട്ടോ. ഈ ഷൈനി ഇപ്പം നന്മ പറഞ്ഞാൽ അടുത്ത ദിവസം തിന്മ പറയാൻ സാധ്യതയുണ്ടെന്ന്. അതാണ് മനുഷ്യൻ്റെ ഒരു സ്ഥിതി. അതാ കുഞ്ഞ് നെബൂഖദ്നേസർ രാജാവേ, നീ ആ കാര്യം ഓർത്താൽ മതിയായിരുന്നല്ലോ. നിന്റെ നാട് നശിച്ചു പോകാതിരിക്കാൻ സഹായിച്ചവരാണ് ഈ നിൽക്കുന്ന പിള്ളേർ. അങ്ങനെ ഒരു ഫേവറും ഒരിടത്തു നിന്നും ആരും പ്രതീക്ഷിക്കണ്ട. ആ മനുഷ്യന്റെ ഫേവർ നീ പ്രതീക്ഷിച്ചാൽ സ്വർഗത്തിന്റെ ഫേവർ എന്താണെന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. നിനക്ക് സ്വർഗത്തിന്റെ ഫേവറേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യന്റെ സഹായങ്ങളും നിനക്കില്ല, എതിരെ കൊട്ടിയടയപ്പെടണം. എല്ലാ സഹായങ്ങളും എല്ലാ പഴുതുകളും നമുക്കെതിരെ കൊട്ടിയടയപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. യഹോവ എഴുന്നേൽക്കും. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നമുക്ക് വേണ്ടി പൊരുതും. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിത പ്രമാണം. ദൈവത്തിന് സ്തോത്രം. വല്ലതും മനസ്സിലായോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായാലും ചോദിക്കണം. ഞാൻ മലയാളത്തിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഇംഗ്ലീഷെല്ലാം കൂടെ പറയുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇന്ന് നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറ, എൻ്റെ ആത്മീയ ജീവിതയാത്രയിൽ ദർ ഇസ് നോബഡി ഈസ് ഫേവർ ടു മീ ഈവൻ ഇൻ മൈ പാരിഷ്. ഈ നമ്മളെ ഒന്നും സഹോദരന്മാരെ, നമ്മളെ ഒന്നും ആരും ശരിക്കും മനസ്സിലാക്കത്തില്ല. നമ്മൾ വിചാരിക്കും അച്ഛന് മനസ്സിലാകും, തിരുമേനിക്ക് മനസ്സിലാകും, അവർക്ക് മനസ്സിലാകും, ഉപദേശിക്ക് മനസ്സിലാകും. മനസ്സിലാകേണ്ട പോലെ നമ്മളെ ആരും മനസ്സിലാകത്തില്ലെന്നേ.
കാരണം എന്താണെന്നറിയാം, അവർക്ക് പരിമിതി ഉണ്ടെന്ന്. അവരുടെ പരിമിതിയുള്ള സ്റ്റാൻഡേർഡിനുള്ളിൽ വെച്ചാണ് എന്നെ മനസ്സിലാക്കുക. എനിക്കൊരു ഗ്രാസ്പിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എൻ്റെ ഹൈപ്പോത്തലാമസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ചട്ടക്കൂട്ടിനകത്ത് നിന്നാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. തോമാച്ചൻ അങ്ങോട്ട് പോകുമ്പം എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില മുൻകാല അനുഭവങ്ങളുണ്ട്. ആ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ അതിനെ വിലയിരുത്തും. എന്നിട്ട് അവിടെ പുള്ളി പോയത് എന്തിനാണ് ഞാൻ ഉടനെ കണക്കൂട്ടി. അവൻ പോയത് വേറെ കാര്യത്തിന്, കൊല്ലൻ്റെ അവിടെ പോയതായിരിക്കും. പക്ഷെ ഞാൻ വേറെ ആയിരിക്കും കണക്ക് കൂട്ടുന്നത്. കാര്യം എന്നാ, എൻ്റെ ബ്രെയിനിൽ ഒത്തിരി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തെളിയിക്കാമെങ്കിൽ ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്തിക്കളയാം. ഇതൊന്ന് തെളിയിക്കാം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പം നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണെന്ന അർത്ഥം. രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ആളുകളെ അളക്കുന്നത്, വിലയിരുത്തുന്നത്. സംശയമൊന്നുമില്ല. ആ ഗ്രേസിക്കുട്ടി മനസ്സിലാവുന്നോ? അവിടെ ഒരു ഗ്രേസിക്കുട്ടി ഇരിപ്പുണ്ട്. ഗ്രേസി എന്നല്ലേ? എൻ്റെ പെങ്ങളുടെ പേരായി ഗ്രേസി എന്ന് പറയും. അതുകൊണ്ടല്ലേ ഇടയ്ക്ക് പറയുന്നത്. എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഈ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുന്നത് നല്ല മനോഹരമായിരിക്കും ചാപ്റ്ററാണല്ലോ, ഇല്ലേ? അതിനകത്തെ അപ്പൻ്റെ 2 പിള്ളേരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താ പറ, ഇനിയും പറ. ആ ആ ആ ഗ്രേസിക്കുട്ടി പറയേണ്ടതെല്ലാം പറഞ്ഞു, പക്ഷേ പറയേണ്ടത് പറഞ്ഞില്ല. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞില്ല. അതായത് ഈ അപ്പൻ്റെ വീട്ടിൽ താമസിച്ചത് ആരാ? മൂത്ത മോന്. ഈ മോൻ എവിടെ പോയി? സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് ദൂർത്ത് അടിച്ച് ജീവിക്കാൻ പോയി, വീട് വിട്ടു പോയി. അപ്പം ഇവൻ വീട് വിട്ടു പോയ ആ സ്ഥലത്ത് ചേട്ടൻ പോയോ? ചേട്ടൻ എവിടാ? അപ്പൻ്റെ കൂടെ. അപ്പം അനിയൻ പോയ വഴിയിൽ ചേട്ടൻ പോയോ? പോയില്ല. പക്ഷേ അനിയൻ തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ്റെ ഒരു കമൻ്റുണ്ട്. എന്നിട്ടും വന്നില്ല. എത്രയോ പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പനോട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്നൊരു കാര്യമുണ്ട്. വേശ്യാമാരോടുകൂടെ നിന്റെ മുതൽ മുഴുവനും തിന്ന് നശിപ്പിച്ചവൻ തിരിച്ചു വന്നപ്പോൾ ഇവൻ വേശ്യാമാരോടാ ജീവിച്ചത്. നിന്നോട് ആര് പറഞ്ഞു? ഇവൻ പോയോ? അവിടെ പോയി. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവൻ്റെ ആഗ്രഹം എന്നായിരുന്നു? അങ്ങനെ കുറേ മൂത്ത മക്കളുണ്ട് ഈ സഭയ്ക്കകത്ത്. ഇവന്മാരുടെ മനസ്സ് മുഴുവൻ എവിടാ? ആ വഴിയിലാണ്. എവിടെ താമസിക്കുന്നത്? തിരുമേനിമാരുടെ അടുത്ത്, അരമാനയ്ക്കടുത്ത്, സ്ത്രോണോസിനടുത്ത്, അച്ഛന്മാരോടടുത്ത്, കൗൺസിലിനടുത്ത്. ഈ കുഞ്ഞുങ്ങൾ, എൻ്റെ വിഷയത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കാം. ഈ കുഞ്ഞുങ്ങൾ 3 പേരും അവരുടെ ഹൃദയം എവിടെയാണോ, അവരുടെ ശരീരം എവിടെയാണോ, അവരുടെ ഹൃദയവും അവിടെ തന്നെയാണ്. ചേട്ടൻ്റെ ശരീരം എവിടെയായിരുന്നു, അവൻ്റെ മനസ്സ് വേറെ എവിടെയോ ആയി. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ആത്മീക സപ്പോർട്ട് ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. നീ നന്മ ചെയ്തവർ തന്നെ നിനക്ക് തിരിയും. രാജാവിനെ സഹായിച്ചതാണ് ഈ പിള്ളേർ. പക്ഷേ സഹായിച്ചോ? ഇല്ല. എന്നിട്ട് എന്താ? സഹായിക്കാത്ത മാത്രമല്ല, ഫേവറായിട്ട് നിൽക്കാത്ത മാത്രമല്ല, തകർത്ത് കളയാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാ പുറപ്പെടുവിച്ചു? നിങ്ങളെ തീച്ചുളയിൽ ഇട്ട് കളയും. അടുത്തൊരു മണ്ടൻ ചോദ്യമുണ്ട്, അതാണ് പ്രധാനപ്പെട്ട. അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ആരും നോക്കരുത്. രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ചോദിച്ച ചോദ്യം ഈ വായിച്ചാലൊന്നും ഗ്രഹിക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാകുന്ന ദേവൻ ആര് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതായത് നിന്റെ ദേവനെക്കാട്ടിൽ കരുത്തനായ ഒരു ദേവനാണ് ഞാൻ. പിടികിട്ടിയോ? ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും?
നിന്റെ ദേവനേക്കാൾ, നമ്മുടെ ജീവിക്കുന്ന സത്യദൈവത്തെക്കാൾ, നീ ആരാധിക്കുന്ന ദൈവത്തെക്കാൾ, നീ നിൽക്കുന്ന സത്യത്തെക്കാൾ, നീ പ്രതിനിധാനം ചെയ്യുന്ന സത്യത്തെക്കാൾ, ശക്തനായ ദൈവത്തെക്കാൾ കരുത്തുണ്ട് എനിക്ക്. എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ തീച്ചൂളയിൽ നിന്ന്, എൻ്റെ സംഹാര ശക്തിയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാകുന്ന ദേവൻ ആര്? നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് പോരണം. ഈ ചോദ്യം മറക്കല്ലേ. ഇത് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവും പ്രസംഗ വിഷയമാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വിഷയമാണ്. പല വിഷയങ്ങളുണ്ട്, അതിലൊന്നായത് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? നാം അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം അതാണ്. നിൻ്റെ വിശ്വാസത്തിന് ഞങ്ങളുടെ വിശ്വാസത്തെക്കാൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ടെന്ന് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയവരാണ് ശദ്രക്കും മേശക്കും അബേദ്നഗോവും. ഉപദേശം കൊണ്ടല്ല, വാക്ക് കൊണ്ടല്ല, പിന്നെ ജീവിതം കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ നമുക്ക് സാധ്യമാകുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിയ ആഘോഷപൂർവമായിരിക്കുന്ന ആരാധന നടക്കുമ്പോൾ യഥാർത്ഥ ആരാധന എന്താണെന്ന് ഉത്ബോധത്തോടെ ആ പ്രദേശത്ത് ജീവിച്ച 3 പ്രധാനപ്പെട്ട ആളുകൾ, അങ്കുലി പരിമിതമായിരിക്കുന്ന ഒരു കൊച്ചു സമൂഹം 3 പേർ, അവരോട് കൂടെയും അവരിലൂടെയും പ്രവർത്തിച്ച ഒരു ദൈവം ചരിത്രത്തിൽ ഇന്നും ജീവിക്കുന്നു. ശദ്രക്, മേശക്, അബേദ്നഗോവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ എൻ്റെയും ദൈവമാണെന്ന് പറയാൻ സാധിക്കും. ആ ദൈവത്തെ ജീവിക്കുന്ന ചുറ്റുപാടിൽ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുവാൻ, ജീവിതത്തിലൂടെ വ്യക്തമാക്കുവാൻ, ജീവിതത്തിലൂടെ സാക്ഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. അങ്ങനാവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ഒത്തിരി സമ്മർദ്ദങ്ങൾ, ഒത്തിരി സംഘർഷങ്ങൾ, ചോദ്യം ചെയ്യപ്പെടാത്ത ഒത്തിരി അനുഭവങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, വെല്ലുവിളികൾ, പഴികൾ, ദുഷികൾ, ആരും തുണയില്ലാത്ത പ്രത്യേക സാഹചര്യം, ഇതിൻ്റെയൊക്കെ നടുവിലാണ് ആധുനിക ആരാധക വൃന്ദമായിരിക്കുന്നത്. യഥാർത്ഥ ആരാധന ജീവിതത്തിൽ പാലിക്കുന്ന നമുക്ക് ഒത്തിരി വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. ന്യൂനപക്ഷമായിരിക്കാം, പക്ഷേ വലിയവനായവൻ കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ എഴുതിയിരിക്കുന്ന ആധാർമിക പ്രമാണത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എവിടെയും എപ്പോഴും ജീവിപ്പാൻ പ്രിയനെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു, എല്ലാം ഞാനേകിടുന്നു, മാനസം ദേഹം നിൻ ഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ, പരിമിതികൾ ഒത്തിരി ഉള്ളവരാണ് ഞങ്ങൾ പൂർണ്ണരല്ല കർത്താവേ, സമ്മതിക്കുന്നു. അങ്ങയുടെ ക്രൂശിലെ രക്തത്താൽ ഞങ്ങളുടെ പാപക്കറകൾ പോക്കി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു, രക്ഷയുടെ സന്തോഷം ഉള്ളിൽ തന്നു. ആവും വിധം ഞങ്ങളെ ചുറ്റുപാടുകൾ ആ സന്തോഷത്തിൻ്റെ വക്താക്കളാകാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കയാൽ സ്തോത്രം. എന്നാൽ ഒത്തിരി സമ്മർദ്ദങ്ങൾ,
ഒത്തിരി പഴികൾ, ഒത്തിരി ദുഷികൾ, ഇതൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അല്പ പാളിച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ള പരമാർത്ഥം തിരുവസന്നിധിയിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. പൂർണ്ണരായിട്ടില്ല കർത്താവേ, പൂർണ്ണരാകാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കൃപ തരണമേ. വെല്ലുവിളിയുടെ നാളിൽ പതറാതെ നിന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെയുള്ള വിശ്വാസ ദൃഢത ഞങ്ങൾക്ക് തരണേ കർത്താവേ. നിശ്ചയദാർഢ്യം ഞങ്ങൾക്ക് തരണേ കർത്താവേ. സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം തരണേ കർത്താവേ. ഞങ്ങളുടെ കൺവിക്ഷനോട് അനുരഞ്ജനം ചെയ്ത് മുന്നോട്ട് പോകാനല്ല ഞങ്ങൾ ഒരിക്കലും ലോകത്തോട് അനുരഞ്ജനം ചെയ്തു പോകേണ്ടതല്ലല്ലോ. ഞങ്ങൾക്കുള്ളിൽ ലഭിച്ചതായിരിക്കുന്ന ബോധ്യങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപയും കരുത്തും ശക്തിയും അനുഗ്രഹിക്കണം. വന്ന എല്ലാവരെയും ഈ വചനത്താൽ ശക്തിപ്പെടുത്തി ബലത്തോടെ അയക്കണം. മിശിഹായുടെ നാമത്തിലുള്ള യാചന ദയുണ്ടായി കേൾക്കണമേ. ആമേൻ.